പോളണ്ടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ വിരിയുന്ന നിരവധി ദൃശ്യങ്ങളുണ്ട്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അത്യാഡംബരത്തിന്റെ നെറുകയിൽ ജീവിക്കുന്ന മനുഷ്യർ, വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, നിരവധി ചരിത്ര സ്മാരകങ്ങൾ, അത്ഭുതകരമായ നിർമ്മാണങ്ങൾ, മികച്ച ഗതാഗത സംവിധാനങ്ങൾ, മനസ്സിന് ആനന്ദം നൽകുന്ന ദൃശ്യഭംഗിയാർന്ന ഇടങ്ങൾ. അങ്ങനെ എത്രയെത്ര ദൃശ്യങ്ങളാണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നത്. ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നായ മധ്യ യൂറോപ്പിലെ പോളണ്ട് എന്ന രാജ്യം. പോളണ്ടിലെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും വാർസോ ആണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ് തന്നെയുള്ള വലിയ പുരാതന കെട്ടിടങ്ങൾ അതേപോലെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് അവിടെ. നിരവധി പുതുനിർമ്മിതികൾ അത്ഭുതകരമായ രീതിയിൽ ഉയരുമ്പോഴും ചരിത്രങ്ങൾ കഥ പറയുന്ന ആ പഴയ നിർമ്മിതികൾ തകർത്തുകളയാതെ അവയൊക്കെ സംരക്ഷിക്കുന്നതിൽ അധികാരികൾ ഏറെ ശ്രദ്ധിക്കുന്നു. വരും തലമുറയ്ക്ക് ചരിത്രം അറിയുവാനും പഠിക്കുവാനും ആ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനം തന്നെ. പുരോഗമനത്തിന്റെ യാത്രകളിലും ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ അതുണ്ടാകുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കുന്നത് തന്നെ. ജർമ്മനി, ഉക്രൈൻ, റഷ്യ എന്നീ രാജ്യങ്ങളുമായി പോളണ്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർന്നുപോയ ഈ രാജ്യം വളരെ വേഗത്തിൽ ഉയർത്തെഴുന്നേറ്റു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പോളണ്ടിലെ ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഉള്ളിലെ ക്രൂരതകൾ ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ആ ക്രൂര കഥകളുടെ ബാക്കിപത്രമെന്നോണം ആ ക്യാമ്പിലെ കെട്ടിടങ്ങളും അതിനുള്ളിൽ ആ ക്യാമ്പിൽ പിടഞ്ഞു മരിച്ച മനുഷ്യരുടെ ഷൂസുകളും വസ്ത്രങ്ങളുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മിഴികൾ നനയാതെ ആ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കുക വയ്യ. പോളണ്ടിൽ വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന ഇടമാണ് മാർക്കറ്റ് സ്ക്വയർ. ആഘോഷ കേന്ദ്രവും സഞ്ചാരികളുടെ സംഗമ കേന്ദ്രവുമൊക്കെയായി മാർക്കറ്റ് സ്ക്വയറിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പോളണ്ടിലെ കാലാവസ്ഥയും വാസ്തുവിദ്യയും ചരിത്ര സ്മാരകങ്ങളുമൊക്കെ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുണ്ട്. യൂറോപ്പിലെ ഏറെ പ്രത്യേകതകളും വിസ്മയങ്ങളും നിറഞ്ഞ ഒരു രാജ്യമായി പോളണ്ട് നിലകൊള്ളുകയാണ്. പുരാവസ്തുക്കളും ചരിത്ര സ്മാരകങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഗവൺമെന്റ് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കല, നരവംശാസ്ത്രം, പുരാവസ്തു, പ്രകൃതി ചരിത്രം എന്നിവയുടെ മ്യൂസിയങ്ങൾ പല പോളിഷ് നഗരങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മൻ അധിനിവേശത്തിൽ നിന്ന് വീണ്ടെടുത്ത നഗരങ്ങളിലൊക്കെ തനതായ ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന സ്മാരകങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം നവീനമായ പല നിർമ്മിതികളും അവിടെ രൂപം കൊള്ളുകയുണ്ടായി. ചരിത്രവും സാംസ്കാരിക പൈതൃകങ്ങളുമൊക്കെയുള്ള പോളണ്ടിൽ കാർഷിക മേഖല ഏറെ സജീവമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഉരുളക്കിഴങ്ങ് പോളണ്ടിലെ അടിസ്ഥാന വിഭവമായി തന്നെ മാറി. അതുമാത്രമല്ല, വോഡ്ക ഉൽപാദനത്തിലെ അടിസ്ഥാന അസംസ്കൃത വസ്തുവായി ഉരുളക്കിഴങ്ങ് മാറുകയും ചെയ്തു. ജർമ്മൻ അധിനിവേശത്തോടെ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. നാസി ജർമ്മൻ സൈന്യം അധിനിവേശ പോളണ്ടിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ആ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടവരിൽ നിരവധി ഡോക്ടർമാരും അഭിഭാഷകരും പ്രഭുക്കന്മാരും പുരോഹിതരുമൊക്കെ ഉൾപ്പെടുന്നു. ലക്ഷക്കണക്കിന് കുട്ടികളും സാധാരണക്കാരുമൊക്കെ നിരവധി ക്രൂരതകൾക്കൊടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. യൂറോപ്പിലെ 9ാമത്തെ വലിയ രാജ്യമാണ് പോളണ്ട്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി, ജലാശയങ്ങൾ, പ്രകൃതി സുന്ദരമായ ദൃശ്യങ്ങൾ എന്നിവയിലൊക്കെ അതിസമ്പന്നമാണ് ഈ രാജ്യം. ഈ രാജ്യത്തിന് 770 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന തീരദേശമുണ്ട്. ലോകത്തിലെ കയറ്റുമതിയിൽ 19ാം സ്ഥാനത്താണ് ഈ രാജ്യം. പോളണ്ടിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക്, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ്. പോളണ്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തെക്ക് പർവ്വതങ്ങൾ മുതൽ വടക്ക് ബാൾട്ടിക് കടലിന്റെ വിശാലമായ മണൽ നിറഞ്ഞ ബീച്ചുകൾ വരെ. സമ്പന്നമായ വാസ്തുവിദ്യ, സാംസ്കാരിക പൈതൃകത്തിന്റെ നിരവധി കാഴ്ചകൾ അവിടെ കാണാം. പഴയ പട്ടണങ്ങൾ, നിരവധി മ്യൂസിയങ്ങൾ, ഗാർഡനുകൾ, അങ്ങനെ രാജ്യത്തെ വേറിട്ടതാക്കുന്നതും അടയാളപ്പെടുത്തുന്നതുമായ എത്രയെത്ര കാഴ്ചകൾ പോളണ്ടിലുടനീളം കാണുവാൻ കഴിയുന്നതാണ്. പോളണ്ടിലെ ഗതാഗതം റെയിൽ, റോഡ്, കടൽ, വ്യോമയാത്ര എന്നിവയിലൂടെ അഭിവൃദ്ധി നേടിയിട്ടുണ്ട്. എക്സ്പ്രസ് റോഡുകളും മോട്ടോർവേകളും അടങ്ങുന്ന ഗതാഗതത്തിലെ മികച്ചൊരു മാതൃക പോളണ്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. 1936 ക്രാക്കോവിൽ സ്ഥാപിതമായ ജാഗിയോലോണിയൻ സർവകലാശാല പോളണ്ടിൽ സ്ഥാപിതമായ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പോളണ്ടിൽ നിരവധി സർവകലാശാലകളുണ്ട്. ഉന്നതമായ വിദ്യാഭ്യാസത്തിന് അവർ ഏറെ പ്രാധാന്യം നൽകുന്നു. യൂറോപ്പിൽ ഒരിടത്തുമില്ലാത്ത പാരമ്പര്യങ്ങളും ആചാരങ്ങളുമൊക്കെ പോളിഷ് ജനത പിന്തുടരുന്നുണ്ട്. ഡിസംബർ 24-ന് മരങ്ങൾ അലങ്കരിക്കുന്നു. ഉണ്ണിയേശുവിന്റെ പുൽത്തൊട്ടിയോട് സാമ്യമുള്ള മേശവിരിയുടെ അടിയിൽ പുല്ലുകൾ നിരത്തുന്നു. ആദ്യത്തെ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്ന അതേ നേരം 12 വിഭവങ്ങളുള്ള അത്താഴം വിളമ്പുന്നു. അപ്രതീക്ഷിത അതിഥിക്കായി പ്രതീകാത്മകമായി ഒരു ഇരിപ്പിടവും ഒഴിഞ്ഞ പ്ലേറ്റും മേശപ്പുറത്ത് വയ്ക്കുന്നു. പ്രശസ്ത സംഗീതജ്ഞരും പരമ്പരാഗത നാടോടി സംഗീത സംവിധായകരും ഉൾപ്പെടെ പോളണ്ടിലെ കലാകാരന്മാർ വ്യത്യസ്തതയും പുതുമയും നിറഞ്ഞ ഒരു സംഗീത രംഗം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ സംഗീതമൊക്കെ ഏറെ ജനപ്രിയമായി മാറുന്നുമുണ്ട്. പോളണ്ട് വലിയ രീതിയിലുള്ള സംഗീതോത്സവങ്ങളുടെ ഒരു പ്രധാന വേദിയായി പലപ്പോഴും മാറുന്നു.
പോളണ്ടിലെ വാസ്തുവിദ്യ യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലികളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ളത് തന്നെ. പോളണ്ടിലെ പരമ്പരാഗതമായ ഭൂപ്രകൃതിയിൽ പ്രാചീനമായ ആരാധനാലയങ്ങൾ, വീടുകൾ, ടൗൺ ഹാളുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പോളിഷ് നാടോടി വാസ്തുവിദ്യയിൽ പ്രാഥമികമായി ഉപയോഗിച്ചിരുന്ന നിർമ്മാണ വസ്തുക്കൾ തടിയും ചുവന്ന ഇഷ്ടികയുമൊക്കെ ആയിരുന്നു. പോളണ്ടിലെ സാഹിത്യകൃതികൾ പ്രധാനമായും ദേശസ്നേഹം, ആത്മീയത, സാമൂഹികമായ വിഷയങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാണ്. എങ്കിലും സമകാലിക പോളിഷ് സാഹിത്യം ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞതുമാണ്. പോളണ്ടിലെ കാർഷിക മേഖല ആഗോള വിപണിയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അങ്ങനെ പോളണ്ടിലെ കൃഷി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായി തന്നെ മാറുന്നു. പോളണ്ട് ലോകത്തിലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉൽപാദനത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നു. ലോകത്തിലെ ജനപ്രിയ വിളകളിൽ ഒന്നാണല്ലോ ഉരുളക്കിഴങ്ങ്. 19-ാം നൂറ്റാണ്ടിൽ ഉരുളക്കിഴങ്ങ് പോളണ്ടിലെ കാർഷിക മേഖലയിലെ അടിസ്ഥാന സസ്യങ്ങളിൽ ഒന്നായി മാറി. വോഡ്ക ഉൽപാദനത്തിലെ അടിസ്ഥാന അസംസ്കൃത വസ്തുവാണ് ഉരുളക്കിഴങ്ങ്. അത്താഴത്തിൽ ഈ വിഭവം നിർബന്ധിതമായ ഒന്നായി മാറി. പോളണ്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ഉരുളക്കിഴങ്ങിൽ നിന്ന് തയ്യാറാക്കുന്ന പ്രാദേശിക വിഭവങ്ങൾ നിരവധിയുണ്ട്. പച്ചക്കറികളായും കാലിത്തീറ്റയായും അന്നജത്തിന്റെയും മദ്യത്തിന്റെയും ഒക്കെ ഉൽപാദനത്തിലും ഉരുളക്കിഴങ്ങ് ഏറെ ഉപയോഗിക്കുന്നു. പോളണ്ടിൽ കൃഷിയോഗ്യമായ ഭൂമിയിൽ പ്രധാന കാർഷിക വിളയായി ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. പോളണ്ടിലെ കാർഷിക മേഖലയ്ക്ക് ഉയർന്ന സാമ്പത്തിക സാമൂഹിക പ്രാധാന്യമുണ്ട്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാർഷിക മേഖലയിൽ ഏറെ സജീവമായിരുന്ന ജനങ്ങൾ പോളണ്ടിലാണുള്ളത്. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാർഷിക വിളകളെ കുറച്ചൊക്കെ പ്രതികൂലമായി ബാധിക്കാറുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മികച്ച വിളകൾ നേടിയെടുക്കുന്നതിൽ അവിടുത്തെ കർഷകർ ഏറെ ശ്രദ്ധാലുക്കളുമാണ്. പെറുവിൽ നിന്ന് ഉത്ഭവിച്ച ഉരുളക്കിഴങ്ങ് ക്രിസ്റ്റഫർ കൊളംബസിന്റെ പര്യവേഷണങ്ങളെ തുടർന്ന് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എത്തി. തുടക്കത്തിൽ വലിയ പ്രചാരമൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് ഉരുളക്കിഴങ്ങ് കൃഷി യൂറോപ്പിലും വിശിഷ്യ പോളണ്ടിലും വലിയ പ്രചാരത്തിലായി. കാർഷിക പരിഷ്കർത്താക്കളും കാർഷിക ശാസ്ത്രജ്ഞരും ചില പുതുമകൾ പരീക്ഷിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തി. അങ്ങനെ ഉരുളക്കിഴങ്ങ് ആ രാജ്യത്തെ ജനപ്രീതി നേടിയ കാർഷിക വിളയായി മാറി. അതുമാത്രമല്ല, വ്യാവസായിക പ്രാധാന്യമുള്ള ഒന്നായി തന്നെ ഉരുളക്കിഴങ്ങ് മാറുകയും ചെയ്തു. ആദ്യകാലത്തും ആധുനിക യൂറോപ്പിലും ജനങ്ങളുടെ ഒരു പ്രധാന ഭക്ഷണ വിഭവമായി ഉരുളക്കിഴങ്ങ് മാറുകയായിരുന്നു. ഇന്നും യൂറോപ്പിലും വിശിഷ്യ പോളണ്ടിലും ഏതു ഭക്ഷണത്തിനൊപ്പവും ഉരുളക്കിഴങ്ങ് ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവിഭവമായി തന്നെ നിലനിൽക്കുന്നു. ഉരുളക്കിഴങ്ങ് കൊണ്ട് വ്യത്യസ്തതയുള്ള രുചികരമായ ഭക്ഷണ വിഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കിഴങ്ങു കൃഷിക്ക് യോജിച്ച താപനിലയും കാലാവസ്ഥയുമൊക്കെ പോളണ്ടിലുണ്ട്. ആ കാലാവസ്ഥ അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് പോളണ്ടിലെ വിശാലമായ കാർഷിക ഭൂമിയിൽ പ്രധാന വിളയായ ഉരുളക്കിഴങ്ങ് ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. പോളണ്ടിലെ മണ്ണും കാലാവസ്ഥയും അനുസരിച്ച് വൈവിധ്യമായ വിളകൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കിഴങ്ങു കൃഷി പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നു. കാർഷിക മേഖലയിലെ കർഷകരുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ പോളണ്ട് ലക്ഷ്യമിട്ടിട്ടുണ്ട്. ജലം, മണ്ണ്, വായു, ജൈവ വൈവിധ്യം ഇവയൊക്കെ സംരക്ഷിക്കുവാനുള്ള പദ്ധതികൾ ഭരണകൂടം ആവിഷ്കരിച്ചിരിക്കുന്നു. ജൈവ പരിസ്ഥിതി സൗഹൃദപരമായ കൃഷിരീതികൾക്ക് അവർ വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. സ്വകാര്യ ഫാമുകൾ നിലനിർത്തുന്നതിനും ചെറുകിട ഇടത്തരം ഫാമുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുവാനും ലക്ഷ്യമിടുന്നു. ഒപ്പം യുവകർഷകർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിവിധ പദ്ധതികൾ ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്നുമുണ്ട്. അങ്ങനെ ലാഭകരവും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു കാർഷിക മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് പോളണ്ടിലെ കാർഷിക നയം ഗവൺമെന്റ് രൂപപ്പെടുത്തിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപാദന രാജ്യങ്ങളിൽ ഒന്നായി പോളണ്ട് നിലകൊള്ളുന്നു. യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പോളണ്ടിൽ വലിയ കൃഷിയിടങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. 2030 കൃഷിഭൂമികൾ ഇനിയും വർദ്ധിപ്പിക്കുവാനും പോളണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കൃഷി നമ്മുടെ മനസ്സുകളിലേക്ക് ഒരിക്കലും എത്താറില്ല. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. എത്ര പുരോഗമനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോഴും ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനത്തിലും മറ്റും അവരുടെ ലക്ഷ്യവും ശ്രദ്ധയും ഏറെ പ്രശംസ അർഹിക്കുന്നു. ഏറെ മാതൃകാപരവുമാണത്. പുരോഗമനത്തിന്റെയും അഭിവൃദ്ധിയുടെയും ആകാശത്തിലേക്ക് ഉയരുമ്പോഴും താഴെ ഭൂമിയിൽ മണ്ണിൽ ചവിട്ടി നിന്ന് കൃഷി ചെയ്യുന്ന ഒരു ജനത ഏത് രാജ്യത്തിനും വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ആ കാർഷിക സംസ്കൃതിയിൽ പോളണ്ട് എന്നും മുൻനിരയിൽ തന്നെ.